ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പൂരിയും പൊടിമാസുമാണ് കേട്ടോ. അപ്പോൾ പൊടിമാസം എല്ലാം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി പൂരി കൂടെ ചുടണം കേട്ടോ. അത് മക്കൾ വന്ന് കഴിക്കാനിരിക്കുന്ന സമയത്ത് ചുട്ടു കൊടുക്കാം. അപ്പോൾ ഇന്ന് ചോറല്ല കേട്ടോ അവർക്ക് ഉച്ചയ്ക്ക്. അവർക്ക് വെറൈറ്റി വേണമെന്ന് അവർ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. അപ്പോൾ അതാ ഒരു റോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ തുണ്ട് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര്. ഈ ബോട്ടിൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും അല്ലേ തൈരായിരുന്നു എന്ന്. പിന്നെ അതേ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അടിക്കണമെന്നില്ല. എൻ്റെ കയ്യിൽ അതിൻ്റെ പേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനൊന്ന് അരച്ചെടുത്തത്. അപ്പോൾ ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് മസാല. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കുന്ന കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി നീളത്തിന് കട്ട് ചെയ്തു, പക്ഷെ ഞാനിത് പൊടിച്ചാണ് എടുക്കുന്നത് കേട്ടോ. പൊടിച്ച് മീൻസ് ഒന്ന് 2 പീസസ് മാത്രമേ പീസസ് ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് പൊടിക്കാൻ കാരണം ഇവിടെ മക്കൾ ഒരുപാട് വലിയ പീസസ് ആയിട്ട് ചങ്കി പീസസ് ആയിട്ട് കിടന്നാൽ ചിലപ്പോൾ അവർ കഴിക്കില്ല, ചിലപ്പോൾ കഴിക്കും, പറയാൻ പറ്റില്ല. അപ്പൊ സ്കൂളിൽ കൊടുത്തു വിടാനല്ലേ, അപ്പൊ കഴിക്കാൻ വേണ്ടി കുറച്ചൊക്കെ ഒന്ന് അതേപോലെയും കുറച്ചൊക്കെ ഒന്ന് പൊടിച്ചുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ പീസസ് എടുത്ത് മാറ്റിയാലും ചെറിയ പീസസ് അവരുടെ ഉള്ളിൽ ചെല്ലുമല്ലോ. പനീറിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അത്രയും നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണല്ലോ അല്ലേ പനീർ. അപ്പൊ ഇന്ന് അത് വെച്ച് തന്നെ ആവാന്ന് വിചാരിച്ചു. ഒരു ഷവർമ റോള് പോലത്തതാണ് കേട്ടോ. അപ്പൊ ഉപ്പൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കി ഇനി അതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേറൊരു പേസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ. ഒരു ഗ്രീൻ പേസ്റ്റ് എന്നോ ചട്നിന്നോ എന്ത് വേണോ പറയാം. അപ്പൊ ഒരു ചെറിയ പിടി പുതിന ഇല എടുത്തിട്ടുണ്ട്. പുതിന ഇലയുടെ ഇരട്ടി മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തുണ്ട് ഇഞ്ചി, ഒരു പച്ചമുളക്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അതാണ് ചെറുതൊരെണ്ണം ഇട്ട് കൊടുത്തത്. അപ്പൊ ഇത്രയും കൂടെ നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിന്റെ ഇടയിൽ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷവർമ എന്ന് പറയുമ്പോൾ നമ്മൾ കുബൂസിലോ ഒക്കെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. ഒന്ന് ഹെൽത്തി ആയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതപ്പോ ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു അല്പം വിനിഗർ ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നാരങ്ങാ നീരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പൊ നല്ലൊരു പേസ്റ്റ് ആണ് കേട്ടോ അത്. അപ്പൊ ദേ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പാത്രം ചൂടാക്കി അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് പീസസ് ആയിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ചട്ടു ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എനിക്കിപ്പോ അങ്ങനെ പീസസ് ആയിട്ട് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ സ്പാച്ചുല വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് പീസസ് ആയിട്ടും കിടക്കും, കുറച്ച് പൊടിഞ്ഞും കിടക്കും. മക്കൾ കഴിക്കാൻ പാടുള്ളവർക്ക് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ പീസായിട്ട് തന്നെ കൊടുക്കുക. അതാണ് കൂടുതൽ കാണാനൊക്കെ ഒരു ലുക്ക് കേട്ടോ. അപ്പൊ ദേ നമ്മുടെ ചപ്പാത്തി മാവെല്ലാം കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം ആയല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്ന് ബോൾസ് പിടിച്ച് ചപ്പാത്തി പരത്തി എടുക്കാം കേട്ടോ. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ എന്നും ചോറും ചമ്മന്തി തോരൻ അല്ലെങ്കിൽ ചിലപ്പോൾ മീൻ വറുത്തത് കാണും, അല്ലെങ്കിൽ ഒരു മുട്ട കാണും അല്ലെ, ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമുക്കതിൽ വലിയ പരാതിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ല, എല്ലാം കൊണ്ടുപോയിക്കൊള്ളണമെന്നൊന്നും ഇല്ല കേട്ടോ. അവർക്ക് ഇതുപോലെയുള്ള വെറൈറ്റികളൊക്കെ അവർ ചോദിക്കും. കാരണം മറ്റു കുട്ടികൾക്കും വീടുകളിൽ നിന്ന് ഇങ്ങനെ വെറൈറ്റികൾ കൊടുത്തുവിടും. അപ്പോഴത്തേക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ മക്കൾക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ഞാൻ പരത്തി എടുക്കുകയാണ് കേട്ടോ. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ റൗണ്ട് ആക്കാം, സ്ക്വയറിലാക്കാം, ഇല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലാക്കാം. ട്രയാങ്കിൾ ആക്കണ്ട കേട്ടോ. ട്രയാങ്കിൾ ആക്കിയാൽ നമുക്ക് ഫില്ലിംഗ് വെക്കുന്നതുകൊണ്ട് പാടായിരിക്കും. അപ്പൊ റൗണ്ടോ സ്ക്വയറിലോ ചെയ്തെടുക്കാം. ഞാനിപ്പോ എന്തായാലും സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ പനീർ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മൂപ്പിച്ചാൽ മതി. അറിയാമല്ലോ അതിന്റെ പുറം ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് മൂപ്പിച്ചെടുക്കാം. പൊടിഞ്ഞു പോണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചട്ടുകം വെച്ച് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ദേ കുറച്ചൊക്കെ ഒന്ന് പൊടിഞ്ഞു കിട്ടി. അപ്പൊ ഇനി കൂടുതൽ പൊടിയണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ ബാക്കി ദേ ചട്ടുകം വെച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കോരിയിട്ട് ഒന്ന് വറുത്ത് കോരുകയാണ് കേട്ടോ.
അത് അവിടെ ഇരുന്ന് ആവട്ടെ. അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ബാക്കി ചപ്പാത്തി എല്ലാം പരത്തി വെക്കാം കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയോ സ്ക്വയർ ആയിട്ട് പരത്താനൊക്കെ? സ്ക്വയർ ആയിട്ട് പരത്താൻ എളുപ്പമാണ്. ഇതുപോലെ റൗണ്ടിൽ പരത്തിയിട്ട് മടക്കി എടുക്കുന്നതാണ്. ഞാൻ മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ചപ്പാത്തി ഓരോ ഷേപ്പിലും പരത്തി എങ്ങനെ പരത്തി പെട്ടെന്ന് എടുക്കാം എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം. ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതിയേ. പിന്നെ ബാക്കിയുള്ള ഈ വലിയ വലിയ റെസിപ്പീസ് ഒക്കെ ഇടുന്ന അവരൊക്കെ ഇടുമ്പോലെ ആയിരിക്കില്ല ഞാൻ പറയുന്നത്. കാരണം ഞാൻ എന്തായാലും തട്ടിക്കൂട്ട് എളുപ്പത്തെ പണിയാണ് കൂടുതലും പറഞ്ഞു തരിക കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് ഷവർമയുടെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഷവർമ എന്ന് പറയുന്ന സാധനമൊക്കെ മൈദയിലൊക്കെയാണ് നമ്മൾ ആ കുബൂസ് ആയാലും ആ ബാറ്റർ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ ചപ്പാത്തിയിലോട്ട് മാറ്റാം. അതുപോലെ നമ്മുടെ മക്കൾ കഴിക്കുകയും ചെയ്യും. നമുക്ക് അവരുടെ ഇഷ്ടത്തിനൊത്ത് ഉണ്ടാക്കി കൊടുത്തതിന്റെ ഒരു തൃപ്തിയും കിട്ടും കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കഴിയുമ്പോൾ ഇവരുടെ സ്കൂളിലുള്ള ബാക്കി പിള്ളേർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പൊ ആ പനീർ 4 ചുറ്റും ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക്, അതായത് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോളയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വേറെ കളർ ക്യാപ്സിക്കങ്ങൾ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. യെല്ലോയും റെഡും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഗ്രീൻ മാത്രമേ ഇട്ടുള്ളൂ. സവോള ഒരു സവോളയാണ് കേട്ടോ, രണ്ടും നീളത്തിലരിഞ്ഞത്. പിന്നെ നമ്മള് പനീറിലുള്ള ഉപ്പ് മാത്രമല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ സവോളയ്ക്കും ക്യാപ്സിക്കത്തിനും കണക്കാക്കി കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഇതില് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപ്പ് ഇടുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം എപ്പോഴും ഉപ്പിടാനായിട്ടേ. അത് മറന്നു പോകരുത്. കാരണം നമ്മൾ ആ ഗ്രീൻ ചട്നിയിൽ ഇട്ടു, നമ്മുടെ ചപ്പാത്തി മാവിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്നത്. പനീറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ഇപ്പൊ ഇട്ട് കൊടുത്തത് നമ്മുടെ ആ സവോളയ്ക്കും ക്യാപ്സിക്കത്തിനും വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. അപ്പൊ നമ്മൾ ഇതാവുന്ന നേരം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാം ചപ്പാത്തിയുടെ ആ ഇത്. പിന്നെ ഇതെല്ലാം നമുക്ക് രാവിലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ടൈം പെട്ടെന്ന് വേണം. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടൈം നോക്കുന്നത്. സ്പീഡി നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അതേ നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഇത് പനീറിന്റെ ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഉള്ളിയും ക്യാപ്സിക്കും ഒന്നും ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട കേട്ടോ. അത് അങ്ങനെ ആ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം. അതാണ് ടേസ്റ്റ്. കാരണം നമ്മൾ ആ ഷവർമ അത് റോള് കടിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണം, കടിച്ച് ചവച്ചെടുക്കാൻ പറ്റണം. അപ്പൊ അതാണ് നമ്മൾ 4 ചപ്പാത്തിയും പരത്തി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാം. തിരിച്ചും മറിച്ചുവിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാനൊന്നും ആരും പഠിപ്പിച്ചു തരണ്ടല്ലോ അല്ലെ. അപ്പൊ ഇതുപോലെ ഓരോ ദിവസവും ഓരോ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. ഈ വെറും ചോറും അല്ലെങ്കിൽ മോരും ഒക്കെ, ഇവിടെ എന്റെ മക്കളെ സംബന്ധിച്ച് അവർ മോരും പരിപ്പ് കറിയൊക്കെ മാത്രമേ കഴിക്കുള്ളൂ. അവര് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതൊന്നും കഴിക്കാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി അതിനകത്താക്കി കൊടുക്കുകയാണെങ്കിൽ അവര് കഴിക്കുകയും ചെയ്തോളൂ. ഇനിയിപ്പോ നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ, ആവുന്നതനുസരിച്ച്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഗ്രീൻ പേസ്റ്റിലെ ഗ്രീൻ ചട്നി അത് നമ്മൾ നമ്മുടെ ആ ചപ്പാത്തിയിലേക്ക് തേച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പം സ്ക്വയറിൽ ഉണ്ടാക്കിയേ ഉള്ളൂ. നിങ്ങൾ റൗണ്ട് ചപ്പാത്തിയിൽ ഉണ്ടാക്കിയാലും സെയിം ടേസ്റ്റിലൊന്നും വ്യത്യാസം വരത്തില്ലല്ലോ അല്ലേ. അപ്പൊ നമ്മൾ ആ ഗ്രീൻ പേസ്റ്റ് തേച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മയണൈസ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയല്ല, കടയിൽ നിന്ന് മേടിച്ച മയണൈസ് ആണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഇപ്പൊ എനിക്ക് എന്തായാലും രാവിലെ അത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാനുള്ള നേരം കാണില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാനൊന്ന് മേടിച്ചത് കേട്ടോ. അപ്പൊ അതേ നമ്മള് മയണൈസും കൂടെ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ആയി വരുമ്പോൾ ഒരു പ്രത്യേക നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ പനീറിന്റെ മിക്സ്ചറില്ലേ, അത് ഇതുപോലെ ഇങ്ങനെ നീളത്തിന് അതിലോട്ട് നടുക്കോട്ട് അങ്ങ് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ ചപ്പാത്തി ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ അടിപൊളി ഷവർമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ചിക്കൻ അല്ല അല്ലെങ്കിൽ ചിക്കൻ ഇല്ല എന്നൊന്നും ആരും പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. എന്തായാലും അവര് കഴിക്കും. അപ്പൊ ഈ വീഡിയോ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ മറക്കാതെ പ്രസ് ചെയ്തിട്ട് വേണേ പോവാൻ. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.